ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലൂടെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. അപ്പാപ്പാ, ആരാ? ഞാൻ ഒരു വഴിപോക്കൻ. വളരെ ദൂരെ നിന്നാണ് വരുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി തേടി ഇറങ്ങിയതാ. ഇവിടെ എത്തിയപ്പോൾ വഴി രണ്ടായി പിരിയുന്നു. എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഞാൻ ഏതു വഴിയാണ് പോകേണ്ടത്? മോനിങ് അടുത്തു വാ. ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. മോൻ്റെ പേരെന്താ? ക്രിസ്റ്റോ. നീ ഈ 2 വഴികളും കണ്ടു. ഏതു വഴിയിലൂടെ പോയാലും സ്വർഗത്തിലെത്താം. പക്ഷേ ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കണം. ഞാനിവിടെ എത്തുന്ന സമയത്ത് അങ്ങ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് കണ്ടു. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ഓരോ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും നിനക്കുണ്ടാകുന്ന അനുഭവം ഞാൻ കാട്ടിത്തരാം. വിശാലമായ ഈ വഴിയിലൂടെ പോയാൽ നിനക്ക് പല സൗഭാഗ്യങ്ങളും ലഭിക്കും. ചുറ്റിലും നിറയെ കൂട്ടുകാർ, സൗഹൃദങ്ങൾ ആഘോഷങ്ങളാക്കാൻ ഒട്ടേറെ അവസരങ്ങൾ, ജീവന് തുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ആരും കൊതിക്കുന്ന സുഖസൗകര്യങ്ങൾ. എന്നാൽ ഈ സൗഭാഗ്യങ്ങൾക്കിടയിൽ നീ നിന്റെ ദൈവത്തെ മറന്നു പോകാം. എന്നാൽ ഈ ഇടുങ്ങിയ വഴിയിലൂടെ പോയാൽ നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കേണ്ടി വരും. നിന്നോടൊപ്പം കൂടാൻ ഉറ്റയവരും ഉടയവരും ഉണ്ടായെന്ന് വരില്ല. കരയുന്നവർക്കും രോഗികൾക്കും അശരണർക്കും നീ അഭയമാകേണ്ടി വരും. പ്രാർത്ഥനയിൽ നേടുന്ന ഊർജവും നിന്നെ പരിപാലിക്കുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങൾ മാത്രമായിരിക്കും നിന്റെ അഭയം. എന്നാൽ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നീ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്നതിൽ തെല്ലും ആശങ്ക വേണ്ട. കാരണം നിന്നെ വിളിച്ചവൻ ക്രിസ്തുവാണ്. അതെ, എനിക്ക് യേശു മതി. അവൻ കാട്ടിത്തന്ന ഈ പാത മതി. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം.